മുൻ യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേരെ വധശ്രമം. ശനിയാഴ്ച പെൻസിൽവാനിയയിൽ നടന്ന റാലിക്കിടെയാണ് വധശ്രമമുണ്ടായത്. അമേരിക്കൻ മുൻ പ്രസിഡന്റും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപിന് നേരെ വെടിയുതിർത്തത് 20കാരൻ. ബെഥൽ പാർക്കിൽ നിന്നുള്ള തോമസ് മാത്യു ക്രൂക്സ് എന്ന യുവാവാണ് ട്രംപിന് നേരെ വെടിവെച്ചത് എന്നാണ് സീക്രട്ട് സർവീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ. ഏറ്റുമുട്ടലിൽ ഇയാൾ കൊല്ലപ്പെട്ടു. വധശ്രമത്തിന് പിന്നിലെ കാരണം വ്യക്തമായിട്ടില്ല. എന്നാൽ താൻ ട്രംപിനും റിപ്പബ്ലിക്സിനും എതിരാണെന്ന് പ്രഖ്യാപിക്കുന്ന തോമസ് മാത്യുവിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുമുണ്ട്. പെൻസിൽവാനിയയിലെ തിരഞ്ഞെടുപ്പ് റാലിക്കിടെയാണ് പ്രാദേശിക സമയം ശനിയാഴ്ച വൈകുന്നേരം 6:45 ട്രംപിന് നേരെ വധശ്രമമുണ്ടായത്. വലതു ചെവിയുടെ മുകൾ വശത്ത് പരിക്കേറ്റ ട്രംപിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഒരുക്കിയിരുന്ന വേദിക്ക് സമീപത്തുള്ള മാനുഫാക്ചറിംഗ് പ്ലാന്റിന് മുകളിൽ നിന്നാണ് ഇയാൾ വെടിയുതിർത്തതെന്നാണ് വിവരം. സ്റ്റേജിന് 130 അടി അകലത്തിലാണ് ഈ കെട്ടിടം. ഇയാളുടെ പക്കൽ നിന്ന് ഒരു AR സ്റ്റൈൽ റൈഫിൾ പിടിച്ചെടുത്തിട്ടുണ്ട്. റാലി നടന്ന സ്ഥലത്തു നിന്ന് 64 കിലോമീറ്റർ മാറിയാണ് ബെഥൽ പാർക്ക് എന്ന സ്ഥലം. ഇയാൾ മാത്രമാണോ കൃത്യം ആസൂത്രണം ചെയ്തതെന്ന് ഇപ്പോൾ വ്യക്തമാക്കാൻ സാധിക്കില്ലെന്നാണ് FBI പറയുന്നത്. ഇയാളുടെ പശ്ചാത്തലങ്ങൾ അന്വേഷിച്ചു വരികയാണെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. അതേസമയം പ്രസിഡന്റ് ജോ ബൈഡൻ ട്രംപുമായി ആശയവിനിമയം നടത്തിയതായി വൈറ്റ് ഹൗസ് അറിയിച്ചു. പെൻസിൽവാനിയ ഗവർണറുമായി ബൈഡൻ സ്ഥിതിഗതികൾ ചർച്ച ചെയ്തു. ഞായറാഴ്ച രാവിലെ വൈറ്റ് ഹൗസിലെത്തുന്ന ബൈഡനോട് സുരക്ഷാ ഉദ്യോഗസ്ഥർ സംഭവത്തെക്കുറിച്ച് വിശദീകരിക്കുമെന്ന് വൈറ്റ് ഹൗസ് വക്താവ് അറിയിച്ചു. ട്രംപിനെതിരായ ആക്രമണത്തെ അപലപിച്ച് US പ്രസിഡന്റ് ജോ ബൈഡൻ രംഗത്തെത്തി. പെൻസിൽവാനിയയിലെ റാലിക്കിടെ ഡൊണാൾഡ് ട്രംപിന് വെടിയേറ്റതായി വിവരം ലഭിച്ചു. അദ്ദേഹം സുരക്ഷിതനാണെന്ന കാര്യത്തിൽ ആശ്വാസമുണ്ട്. അദ്ദേഹത്തിനും കുടുംബത്തിനും റാലിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നായിരുന്നു. കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. ഇത്തരം ആക്രമണങ്ങൾക്ക് അമേരിക്കയിൽ സ്ഥാനമില്ല. ഈ ആക്രമണത്തെ അപലപിക്കാൻ അമേരിക്ക ഒറ്റക്കെട്ടായി നിൽക്കുമെന്നും അദ്ദേഹം കുറിച്ചു. അതേസമയം ട്രംപിനെതിരായ ആക്രമണത്തെ അപലപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തി. തന്റെ സുഹൃത്ത് ഡൊണാൾഡ് ട്രംപിന് നേരെ നടന്ന ആക്രമണത്തിൽ ആശങ്കയുണ്ടെന്ന് മോദി എക്സിൽ കുറിച്ചു. രാഷ്ട്രീയത്തിലും ജനാധിപത്യത്തിലും അക്രമത്തിന് യാതൊരു പങ്കില്ലെന്നും അദ്ദേഹം എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെയെന്നും മോദി കുറിച്ചു. വേദിയിലെത്തി സംസാരിക്കാൻ തുടങ്ങവെയാണ് ട്രംപിന് വെടിയേറ്റത്. വെടിയേറ്റ ട്രംപ് നിലത്തു വീഴുന്നതിന്റെയും അദ്ദേഹത്തെ സംഭവ സ്ഥലത്ത് മാറ്റുന്നതിന്റെയും ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. വലതു ചെവിയുടെ മുകൾ ഭാഗത്താണ് വെടിയേറ്റതെന്ന് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്തിൽ ട്രംപ് അറിയിച്ചു. ട്രംപ് സുരക്ഷിതനാണെന്ന് അദ്ദേഹത്തിന്റെ വക്താവും വ്യക്തമാക്കിയിരിക്കുകയാണ്.